മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. കാലുവേദനയുമായി എത്തിയ വയോധികയുടെ കാൽ ഞരമ്പ് മുറിച്ചു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വൃദ്ധയ്ക്ക് കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയെന്ന് കുടുംബം പറയുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കുടുംബം പരാതി നൽകി. ചികിത്സാ പിഴവ് എവിടെയുണ്ടായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ഈ മാസം 12-ന് ശസ്ത്രക്രിയയും നടത്തി. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കടുത്ത വേദനയും നിറവ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടതോടെ വീണ്ടും ഡോക്ടറെ സമീപിച്ചു. ചികിത്സാ പിഴവ് മറച്ചുവെച്ച ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ റഫർ ചെയ്തു. ഇവിടെ നടത്തിയ പരിശോധനകളിലാണ് കാലിന്റെ ഞരമ്പ് മുറിഞ്ഞതായും രക്തയോട്ടം പൂർണ്ണമായി നിലച്ചതായും തിരിച്ചറിയുന്നത്. വലതുകാലിന്റെ ഞരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്. ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നിട്ട് കാര്യമുണ്ടോ. നടന്നു പോയതാണ് എൻ്റെ അമ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഈ ഞരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയണത്. അപ്പം നമ്മൾ അതിന് മുന്നേ നമുക്ക് അറിയില്ലല്ലോ ഞരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയതെന്ന്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. നിർധന കുടുംബം ഇതിനോടകം 2 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചെലവഴിച്ചിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കിയില്ലെന്നും പരാതിയിൽ പറയുന്നു. ചികിത്സാ പിഴവിൽ കുടുംബം മലപ്പുറം DMOക്ക് പരാതി നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.